ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്ന ടോപ്പിക്ക് നന്ദി പറയാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ഈ നന്ദി പറച്ചിലിനെ പറ്റിയിട്ടുള്ള ഒന്നോ രണ്ടോ വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. കാരണം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് അത്രയ്ക്ക് പവർഫുള്ളാണ്. അത് എത്ര പറഞ്ഞാലും അത് പറഞ്ഞു തീരില്ല. അത്രയും മാജിക്കാണ് അതിൻ്റെ റിസൾട്ട്. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ സാധാരണ രാവിലെ എഴുന്നേൽക്കുമ്പം ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നെഗറ്റീവ് ചിന്തകളായിരിക്കും. ഒന്നെങ്കിൽ ഇന്നലെ ഓഫീസിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കൂളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളോ ഇന്നലെ തലേ ദിവസം നമുക്ക് വേദനിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ചിലപ്പം ചിലരുടെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അപ്പം ഈ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു മാർഗമുണ്ട്. എന്താണെന്നോ? നന്ദി പറയുക, അതായത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാലേ നമുക്ക് നമ്മുടെ ലൈഫിൽ എല്ലാത്തിനെയും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് ലഭിക്കും. നമുക്ക് നമ്മൾ ചില അവസരങ്ങളിലൊക്കെ ഡൗൺ ആയി പോകാറൊക്കെ ഇല്ലേ. അപ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കുക, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമുക്ക് നന്ദി പറയാനുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിളായി പറയുകയാണെങ്കിൽ, എനിക്കിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് എനിക്കൊരു നല്ല നാവുണ്ടായിട്ടല്ലേ, നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നത് നിങ്ങൾക്കൊരു ചെവി ഉണ്ടായിട്ടല്ലേ, നിങ്ങൾക്ക് ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിയത് നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടായിട്ടല്ലേ, ഫോൺ വാങ്ങാൻ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു, ക്യാഷ് കിട്ടി, അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾക്ക്. ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാനുണ്ട്. അപ്പം ഇങ്ങനെ നന്ദി പറയുമ്പോൾ നമുക്ക് ഡൗൺ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് കരകയറാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് തന്നെ മാറ്റാം ജീവിതത്തിൽ നന്ദി പറയുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദി പറയാം. നമുക്ക് നല്ല ശരീരം തന്നു, നമുക്ക് നല്ല മുടി തന്നു, നല്ല നിറം തന്നു, നല്ല കാലുകൾ, നല്ല കൈകൾ, നമുക്ക് നല്ല പേരൻസിനെ തന്നു, സഹോദരങ്ങളെ തന്നു, അങ്ങനെ എത്ര എത്ര കാര്യങ്ങളുണ്ട്. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ പറയുമ്പോൾ അവർക്കൊന്നും എത്ര ആലോചിച്ചിട്ടും കിട്ടില്ല. പക്ഷെ നമ്മൾ ഈ നിസ്സാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ ഒരു കാര്യങ്ങൾ, നമുക്ക് നല്ല കാലുകൾ, കൈകൾ, സഹോദരങ്ങൾ, പേരൻസ്, ഇതൊന്നുമില്ലാത്ത എത്രയോ പേര് ഈ ലോകത്തുണ്ടെന്നറിയാമോ. അപ്പം നമുക്കിതെല്ലാം ഉണ്ട്. അതൊക്കെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റ് എഴുതേണ്ട കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം എത്രയോ അനാഥരായിട്ടുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമ്മളെന്താ ചെയ്യുക, നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തിന് ഉപ്പ് കുറഞ്ഞു പോയി, അല്ല എരിവ് കൂടിപ്പോയി, അങ്ങനെ കുറ്റം പറഞ്ഞിട്ടുള്ള എത്രയോ ദിവസങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ നമുക്കതൊക്കെ കഴിക്കാൻ കിട്ടുന്നത് വലിയൊരു കാര്യമല്ല. അതിനൊക്കെ നമുക്ക് നന്ദി പറയാം. അപ്പം വലുതോ ചെറുതോ എന്തോ ആവട്ടെ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്ദി പറയാം. അത് ഭയങ്കര ഒരു റിസൾട്ടുള്ള കാര്യമാണ്. അപ്പം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാം. അപ്പോൾ ആദ്യമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിത് എഴുതുകയോ പറയുകയോ ചെയ്യാം. ആദ്യമൊക്കെ കുറച്ചൊക്കെ ആയിരിക്കും പറയാൻ കിട്ടുള്ളൂ. പക്ഷേ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ, ഇപ്പോൾ ആദ്യത്തെ ഒരു ദിവസം 5 പറയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഡേ ചിലപ്പോൾ നമുക്ക് 10 കിട്ടും. തേർഡ് ഡേ അത് ഇങ്ങനെ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കൗണ്ട് കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് കാര്യത്തിനാണോ നമ്മൾ നന്ദി പറഞ്ഞിട്ടുള്ളത്, ആ കാര്യത്തിൻ്റെ ഇരട്ടി ഏതോ ഒരു മാജിക്കിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരും. ഇതിപ്പോൾ ഞാനിത് ഇത്ര കൃത്യമായിട്ട് പറയുന്നത് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ഈ വർഷം, ഈ 2025 പെട്ടെന്നങ്ങ് കഴിഞ്ഞു പോയില്ലേ. ഇനിയിപ്പം 2 മാസം കൂടിയേ ഉള്ളൂ ഈ വർഷം കഴിഞ്ഞു പോകാൻ. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഒത്തിരി കാശ് മുടക്കൊന്നും ഇല്ലാത്തൊരു കാര്യമാണ്, ഒത്തിരി നല്ല കാശ് മുടക്കേ ഇല്ലാത്ത കാര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി റിസൾട്ട് കൂടുതലാണ്. ഇപ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിൽ പോലും പറഞ്ഞാലാണെങ്കിലും മതി. പറയുന്നതിന് നിങ്ങൾക്ക് ഒരു മുടക്കവും ഇല്ലല്ലോ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എടുക്കുമ്പോഴും എന്തിനും ബാത്റൂമിലിരിക്കുമ്പോൾ പോലും നമുക്ക് ഈ നന്ദി പറയാം. നമുക്ക് എപ്പോഴൊക്കെ ടൈം കിട്ടുന്നോ അപ്പോഴൊക്കെ നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയാം. ഈ നന്ദി പറയുമ്പോൾ നമുക്ക് നമ്മളിൽ നിന്ന് ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മൾ പോലും അറിയാതെ അത് അപ്രത്യക്ഷമായി പോകും. അപ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ശാന്തമാവും, നമ്മുടെ ജീവിതം നല്ല സ്മൂത്തായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ നമ്മൾ നാളെ മുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ എന്നോടൊപ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ, എന്നുവെച്ച് ഇത് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊന്നും
വേണ്ട. നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു നിങ്ങളോട് തന്നെ പറയുക, ഞാൻ നാളെ മുതൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് സ്വയം ഒരു മനസ്സിന് ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്നത് ഉള്ള കാര്യങ്ങൾക്കങ്ങ് നന്ദി പറയുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോൾ ലൈഫിൽ ഉണ്ടാവുന്ന മാറ്റം എന്തെങ്കിലും ഒരു ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലപ്പം എനിക്കിങ്ങനെ പറയുന്നതിലൂടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം, എന്നും കിട്ടുന്നതിനേക്കാളും കൂടുതൽ ആയിട്ടുള്ളൊരു സന്തോഷമായിരിക്കും കിട്ടുന്നത്. പതിയെ പതിയെ അത് നമ്മുടെ ലൈഫിൽ റിസൾട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നോടൊപ്പം ഈ ഒരു ജേണിയിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒരു ചെറിയൊരു സ്മൈലി ഇട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്